ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബർഡൻ ഓഫ് പ്രൂഫിലെ തന്നെ കേസ് ലോസും പിന്നെ BSA സെക്ഷൻ 106, സെക്ഷൻ 107, സെക്ഷൻ 108, 109 ആൻഡ് 110 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് കേസ് ലോസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേഴ്സസ് ശ്യാമാദേവിയാണ്. ഇതിൽ പറയുന്നത് സിവിൽ കേസസിൽ ആരാണാവോ ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അസേർട്ട് ചെയ്യുന്നത് ആ ആൾക്കായിരിക്കും ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. ഇനി നമ്മുടെ അടുത്ത കേസ് എന്ന് പറയുന്നത് വി കല്യാൺസ്വാമി വേഴ്സസ് എൽ ഭക്തവത്സലമാണ്. ഈ കേസിൽ സുപ്രീം കോടതി എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വില്ലിൻ്റെ വാലിഡിറ്റിയാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അവിടെ ആരാണാവോ ആ ബിൽ ഒബ്റ്റെയിൻ ചെയ്തത് ഫ്രോഡ് വഴിയാണെന്ന് ക്ലെയിം ചെയ്യുന്നത് ആളായിരിക്കണം അവിടെ അത് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് അവിടെ അങ്ങനെ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ ഒരു കൊയേഷനോ നടന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ട ബർഡൻ അത് ക്ലെയിം ചെയ്യുന്ന ആളുടെ അടുത്തായിരിക്കും. ഓക്കെ, നമ്മുടെ തേർഡ് കേസ് ലോ ആയ അർജുൻ പണ്ഡിറ്റ് റാവു കൊൽക്കൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഇലക്ട്രോണിക് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്കായിരിക്കും ആ എവിഡൻസിൻ്റെ ഒതൻറ്റിസിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ ആക്യുറസിയും പ്രൂവ് ചെയ്യേണ്ട ഒരു ഇതുണ്ടാവുക. ഇനി നമുക്ക് ഓരോ സെക്ഷൻസിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 106 ആണ്. ഇതിൽ പറയുന്നത് ബർഡൻ ഓഫ് പ്രൂഫ് ആസ് ടു പെർട്ടിക്കുലർ ഫാക്റ്റിനെ കുറിച്ചാണ്. അതായത് ഒരു കേസിൽ ഒരു പെർട്ടിക്കുലർ ഫാക്റ്റ് അവിടെ നടന്നു എന്ന് വിശ്വസിക്കേണ്ടത് ആരുടെ ആവശ്യമാണോ അവർക്കായിരിക്കും അവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവണമെങ്കിൽ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇല്ലുസ്ട്രേഷൻ പ്രകാരം ഇവിടെ എ പറയാണ് ബി ഒരു തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തു, അതേപോലെ തന്നെ ആ തെഫ്റ്റ് സിയുടെ അടുത്ത് അഡ്മിറ്റ് ചെയ്തെന്ന്. സോ ഇവിടെ എയുടെ ആവശ്യമാണ് കോർട്ട് ഈ കാര്യങ്ങൾ ബിലീവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എ ആയിരിക്കണം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, അവിടെ അങ്ങനെ ഒരു അഡ്മിഷൻ നടന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ ആ അഡ്മിഷൻ പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ എയുടെ അടുത്തായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി ഈ ബീൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ തെഫ്റ്റ് നടന്ന സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ബിക്കൊരു ബർഡൻ ഉണ്ട്. അതായത് ബി ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ ബിയുടെ ഭാഗത്താണ്. കാരണം കോടതി ബി അവിടെ ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടത് ബിയുടെ ആവശ്യമായി മാറുകയാണ് അവിടെ. സോ അവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ബിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫാക്റ്റ് ആർക്കാണോ കോടതി വിശ്വസിക്കണം എന്നുള്ളൊരു ഇത് വരിക, അന്നേരം അയാളിലേക്ക് ആ ബർഡൻ ഓഫ് പ്രൂഫ് മാറും. അടുത്തത് സെക്ഷൻ 107 ആണ്. ഇതിൽ പറയുന്നത് പ്രൂഫ് ഓഫ് ഫാക്റ്റ് ഓൺ വിച്ച് എവിഡൻസ് ബിക്കം അഡ്മിസിബിളിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ പർട്ടിക്കുലർ ഫാക്റ്റ് പ്രൂവ് ചെയ്യുന്നത് വേറൊരു ഫാക്റ്റിലൂടെ ആണെങ്കിൽ ആദ്യം ആ ബേസ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഇല്ലുസ്ട്രേഷൻ വെച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എക്ക് ബിയുടെ ഡൈഇൻഡിക്കേഷൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ബി മരിച്ചു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ഫാക്റ്റ് പ്രൂവ് ചെയ്യണമെന്നുള്ള ആൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ ഫാക്റ്റിലേക്ക് നയിക്കുന്ന ഫാക്റ്റാണ്. സോ ഇപ്പോൾ വേറൊരു ഇല്ലുസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്ക് സെക്കൻഡറി എവിഡൻസ് വെച്ചിട്ടൊരു നഷ്ടപ്പെട്ട ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡോക്യുമെൻറ്റ് ലോസ്റ്റ് ആയി എന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് സെക്ഷൻ 108 നോക്കാം. ഇതിൽ പറയുന്നത് ബർഡൻ ഓഫ് പ്രൂവിങ് ദാറ്റ് കേസ് ഓഫ് അക്യൂസ് കംസ് വിത്തിൻ എക്സെപ്ഷൻ. സോ ഇവിടെ എക്സെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ എക്സെപ്ഷനാണ്. അതായത് ഇപ്പോൾ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, ആക്സിഡൻറ്റ്, സ്പെഷ്യൽ എക്സെപ്ഷൻസ്, ഇതെല്ലാം ഈ എക്സെപ്ഷൻസിൻ്റെ അടിയിൽ വരുന്നതാണ്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഒരു ക്രിമിനൽ ട്രയലിൽ അക്യൂസ്ഡ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ചാർജും പ്രോസിക്യൂഷൻ വേണം പ്രൂവ് ചെയ്യാൻ. എന്നാൽ ഈ സെക്ഷൻ പ്രകാരം, അതായത് സെക്ഷൻ 108 ഓഫ് BSA പ്രകാരം അക്യൂസ്ഡ് ഒരു ജനറൽ എക്സെപ്ഷൻ്റെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അക്യൂസ്ഡ് വേണം താൻ ഈ എക്സെപ്ഷനിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ. അതായത് ഇവിടെ ബർഡൻ അക്യൂസ്ഡിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആകും. നമുക്കിതിലെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇവിടെ എ അക്യൂസ്ഡ് ഓഫ് മർഡർ ആണ്. ഇവിടെ എ ഇൻസാനിറ്റിയുടെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്താൽ അവിടെ ബർഡൻ ഓഫ് പ്രൂഫ് എയുടെ അടുത്തേക്കാകും. അപ്പോൾ ഈ ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് ഒരു കേസ് ലോ ഉണ്ട്.
അതാണ് ബിഖാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന് പറയുന്നത്. ഇതിൽ അപ്പലറ്റ് മർഡർ ചെയ്തെന്നാണ് ചാർജ് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ അപ്പലറ്റ് ഡിഫെൻസ് എടുത്തത് ഇൻസാനിറ്റിയുടെ എക്സെപ്ഷൻ വേണമെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് അപ്പലറ്റിനാണ്. അടുത്തത് സെക്ഷൻ 109 ആണ്. ഇതിൽ പറയുന്നത് ബർഡൻ ഓഫ് പ്രൂവിങ് ഫാക്ട് എസ്പെഷ്യലി വിത്തിൻ നോളജ് അതിനെക്കുറിച്ചാണ്. സോ അതായത് ഒരു ഫാക്റ്റിനെ പറ്റി അറിവുള്ള അല്ലെങ്കിൽ ആ ഒരു ഫാക്റ്റിനെ പറ്റി നോളജ് ഉള്ള ആളുടെ അടുത്താണ് ആ ഫാക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയി നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇപ്പോൾ ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ ട്രാവൽ ചെയ്യുകയാണെന്ന് പറഞ്ഞ് എക്ക് അഗെയിൻസ്റ്റായിട്ട് ഈ പറഞ്ഞ ടിക്കറ്റ് എടുക്കാത്തതിന് ഒരു കുറ്റം ചാർജ് ചെയ്തു. ഇവിടെ അപ്പോൾ ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് എയുടെ അടുത്താണ്. കാരണം എയുടെ കയ്യിൽ ടിക്കറ്റ് ഉള്ള കാര്യം അല്ലെങ്കിൽ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എയുടെ നോളജിലുള്ള കാര്യമാണ്. സോ അവിടെ ബർഡൻ എയുടെ അടുത്താണ്. തൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ എയുടെ അടുത്താണ്. അടുത്തത് സെക്ഷൻ 110 ആണ്. ഇതിൽ പറയുന്നത് ബർഡൻ ഓഫ് പ്രൂവിങ് ഡെത്ത് ഓഫ് പേഴ്സൺ നോട്ട് ടു ഹാവ് അലൈവ് വിത്തിൻ 30 years. സോ ഈ പറയുന്ന സെക്ഷൻ 110ഉം സെക്ഷൻ 111ഉം തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഈ സെക്ഷൻ 110ൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുമ്പോൾ ആർക്കായിരിക്കും അവിടെ ബർഡൻ ഉണ്ടാവുക. സോ അതാണ് ഇതിൽ പറയണത് മെയിനായിട്ട്. ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ 30 വർഷമായിട്ട് ജീവനോടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ ആരാണോ അയാൾ മരിച്ചു എന്ന് പറയണത് അയാൾക്കായിരിക്കും അയാൾ ഓൾറെഡി മരിച്ചു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ ഉണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 30 വർഷമായിട്ട് ഒരാളുടെ കത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എല്ലാവരുടെ ഒരു പ്രിസംഷൻ അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 30 വർഷമായിട്ട് ജീവനോടെ ഉണ്ടെന്നാണ്. സോ വെക്കുന്ന ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറയാണ് അയാളൊരു 2 വർഷം മുന്നേ മരിച്ചു പോയിരുന്നു എന്ന് പറയാണ്. അവിടെ അയാൾ നേരത്തെ മരിച്ചു എന്ന് പ്രൂവ് ചെയ്യേണ്ട ബർഡൻ അയാൾ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാണ്. ഓക്കെ, അല്ലാണ്ട് അയാൾ ജീവനോടെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കല്ല. സോ സെക്ഷൻ 110ൽ പറയുന്നത് ഒരാൾ 30 വർഷമായിട്ട് ജീവനോടെ ഉണ്ടെന്ന് ബിലീവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നേരം ഒരാളിപ്പോൾ അയാൾ മരിച്ചു എന്ന് വന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ മരിച്ചു എന്ന് പറയുന്ന ആൾക്കായിരിക്കും അയാൾ മരിച്ചു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. താങ്ക് യു.